താരലേലം തുടരുകയാണ്. ആവേശകരമായ ലേലം ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യരുടെ ലേലം ആണ് നടന്നിട്ടുള്ളത്. ഹരിയാണ് വീണ്ടും ചേരുന്നത്. ഹരി, മറ്റു താരങ്ങൾ ഇപ്പോൾ ആരെയാണ് ലേലം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോസ് ബട്ട്ലറിന് ലേലം വിളി തുടരുകയാണ്. 13.75 കോടിയിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ്, 14 കോടിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 കോടി വരെ നമുക്ക് ഞെട്ടലില്ല. ജോസ് ബട്ട്ലർ എന്തായാലും 15 കോടി മാർക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. എത്തി 15 കോടിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനിയാണ് എങ്ങനെയാണ് ജോസ് ബട്ട്ലർ പെർഫോം ചെയ്യേണ്ടതെന്ന് അറിയുന്നത്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എത്രമാത്രം ഓരോ ഫ്രാഞ്ചൈസികൾക്കും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അറിയാം. 10 പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരാണ് ഇത്തവണത്തെ ഓപ്ഷനിലുള്ളത്. 10 ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള. അത് ജോസ് ബട്ട്ലർ ടോപ്പ് 3 പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 15 കടന്ന് 16 ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇരുവരും ജോസ് ബട്ട്ലറിന് വേണ്ടിയിട്ടുള്ള വാശിയേറിയ പോരാട്ടത്തിൽ തുടരുകയാണ്. 16 കോടിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇരു ടീമുകളും സംബന്ധിച്ചിടത്തോളം പുതുതായി IPL വന്ന ടീമാണ്. സോൾഡായി ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് 15.75 കോടി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 ജോസ് ബട്ട്ലർ ക്രോസ് ചെയ്യും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതേ 15 നിന്നും വലിയ വ്യത്യാസമില്ലാതെ 15.75 കോടിയിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. രാജസ്ഥാൻ 12 കോടി വരെ ജോസ് ബട്ട്ലറിന് വേണ്ടി പോയി. പക്ഷേ അതിനുശേഷം നിരാശയാണ് രാജസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രമേധം ജോസേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആരാധകരാണ്. ആ ജോസേട്ടൻ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് മാറുന്നു ഗുജറാത്ത് ടൈറ്റൻസിലേക്ക്. ആശിഷ് നെഹ്റയുടെ കീഴിൽ, ആശിഷ് നെഹ്റയുടെ കോച്ചിന്റെ കീഴിൽ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് മാറുകയാണ് ജോസ് ബട്ട്ലർ. പ്രധാനമായും എടുത്തു സൂചിക്കേണ്ടത് ഋദ്ധിമാൻ സഹയായിരുന്നു കഴിഞ്ഞ തവണ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. പക്ഷേ ഗുജറാത്തിന് അതായത് സഹയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ടൈറ്റൻസ് നിന്ന് മാറുക എന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം സഹയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കൊല്ലത്തിൽ ഒന്നും തന്നെ മികച്ച പെർഫോമൻസ് ഗുജറാത്തിന് നേടാൻ സാധിച്ചില്ല. ആ സ്ലോട്ടിലേക്ക് ഓവർസീസ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ജോസ് ബട്ട്ലർ എത്തുന്നു. 15.75 കോടിയിലേക്ക് എത്തുകയാണ്. ദാ വരുന്നു താരം, കഴിഞ്ഞ തവണത്തെ ഓപ്ഷനിലെ താരം മിച്ചൽ സ്റ്റാർക്ക് എന്ന താരം. 24.75 കോടി രൂപയ്ക്ക് കഴിഞ്ഞ തവണത്തെ ഓപ്ഷനിൽ പോയ താരം. എന്നാൽ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ഏറ്റവും നിരാശകരമായ പെർഫോമൻസ് ആയിരുന്നു മിച്ചൽ സ്റ്റാർക്കിന് കാഴ്ചവെക്കേണ്ടി വന്നത്. പ്രധാനമായും അവരുടെ ക്വാളിഫയർ 1-ലും ഫിനാലയിലുമൊക്കെയാണ് സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമർ എന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചത്. പക്ഷേ 14 മത്സരങ്ങളിലും ആ ലീഗിലെ തുടക്കത്തിലെ 14 മത്സരത്തിലും സ്റ്റാർക്ക് ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊൽക്കത്ത സ്റ്റാർക്കിനെ റീറ്റെയിൻ ചെയ്യുന്നില്ല, പിന്മാറുന്നു. പക്ഷേ സ്റ്റാർക്കിന്റെ വില മാറുന്നില്ല. സ്റ്റാർക്കിന് വേണ്ടി ഇപ്പോഴും വാദിക്കാൻ മുംബൈ ഇന്ത്യൻസും KKRും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുംബൈ ഇന്ത്യൻസ് ആണ് സ്റ്റാർക്കിന് വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടീം ഫ്രാഞ്ചൈസ്. കൊൽക്കത്ത വീണ്ടും മത്സരിക്കുകയാണ്. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ഒരേ ഒരു റൈറ്റ് ടു മാച്ച് ആണ്. ആ റൈറ്റ് ടു മാച്ച് വെച്ചുകൊണ്ട് അവർ സ്റ്റാർക്കിന് വേണ്ടി മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ലേലത്തിൽ ആദ്യമേ കയറിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. 6.25 കോടിയിലേക്ക് സ്റ്റാർക്കിന്റെ വില തുടരുന്നു. സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം 10 കോടിയിലേക്ക് മാറുകയാണെങ്കിൽ, കാരണം കഴിഞ്ഞ കൊല്ലം 24 കോടിയാണ്. 24 കോടി സ്റ്റാർക്ക് നേടി ചരിത്രം സൃഷ്ടിച്ച സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ തുകയിൽ നിന്നും വലിയ ഭീമമായ വ്യത്യാസത്തിലേക്ക് ഈ ഓപ്ഷനിൽ സ്റ്റാർക്കിനെ ഏതെങ്കിലും ഫ്രാഞ്ചൈസ് സ്വന്തമാക്കുകയാണെങ്കിൽ അതൊരു തിരിച്ചടി തന്നെയാണ്. സ്റ്റാർക്കിന് അതൊരു വലിയ തിരിച്ചടി തന്നെയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനിൽ സ്റ്റാർക്ക് എത്രമാത്രം തുകയ്ക്ക് പോകുന്നു എന്നുള്ളത് അതിപ്പോൾ IPL മാത്രമല്ല, മറ്റ് ഫ്രാഞ്ചൈസികളിലൊക്കെ തന്നെ, അതായത് മറ്റ് ലീഗുകൾ, ഇപ്പോൾ SA T20 അല്ലെങ്കിൽ PSL മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന IPL മാതൃകയിലുള്ള ഇതുപോലുള്ള ലീഗുകളിലൊക്കെ തന്നെ സ്റ്റാർക്കിന് അതൊരു തിരിച്ചടിയാവാനൊരു വലിയ സാധ്യത കണക്ക് കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് എത്തിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് ബിഡിൽ നിന്ന് മാറി ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് വരുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ശ്രേയസ് അയ്യറിന് വേണ്ടി പഞ്ചാബ് കിങ്സിനെതിരെ കാഴ്ചവെച്ചത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിക്കൊണ്ട് ഇപ്പോൾ സ്റ്റാർക്കിന് വേണ്ടിയിട്ടും ഡൽഹി ക്യാപിറ്റൽസ് എത്തുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ് എപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ ഓപ്ഷനിലും കാണുന്നത് വളരെ ഈഗോയാണ്. കാരണം ഒരു പ്ലെയറിന് വേണ്ടി വാദിക്കുകയാണെങ്കിൽ ഏതറ്റം വരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓണേഴ്സ് പോകാറുണ്ടെന്നുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ സീസണുകളിലൊക്കെ തന്നെ കണ്ടിരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ 9.50 കോടിയിലേക്ക് 10 കോടിയിലേക്ക് സ്റ്റാർക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റാർക്കിന്റെ ചെക്ക് പോയിന്റ് റേറ്റ് ആണ് 10 കോടി. സ്റ്റാർക്ക് 10 കോടിയിൽ നിന്നും ഇനി എത്രമാത്രം പോകുമോ? ജോസ് ബട്ട്ലർ 15 കോടിയിൽ നിന്നും എത്രമാത്രം പോകുമോ? ഇതായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ജോസ് ബട്ട്ലറിന് വലിയൊരു നേട്ടം ആ 15 കോടിക്ക് ശേഷം തുടരാൻ സാധിച്ചില്ല. 15.25 കോടിയിലേക്ക് ജോസ് ബട്ട്ലറിന് വീഴേണ്ട ഒരു സാഹചര്യം വന്നു. സ്റ്റാർക്ക് നിലവിൽ 10 കോടിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇനിയാണ് സ്റ്റാർക്കിന്റെ റേറ്റ്. സ്റ്റാർക്കിനി എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ച് സ്റ്റാർക്കിന് ഏറ്റവും പ്രധാനമാണ് സ്റ്റാർക്കിന് ഇനിയുള്ള തുകകൾ. ഇനി ഏതൊക്കെ ഫ്രാഞ്ചൈസ് സ്റ്റാർക്കിന് മേൽ വീതം വെക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതൊക്കെ ഫ്രാഞ്ചൈസ് സ്റ്റാർക്കിന് വേണ്ടി ലേലം വിളിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സ്റ്റാർക്ക് എന്ന പ്ലെയർ കഴിഞ്ഞ കുറച്ച്
മത്സരങ്ങളിലായി നിൽക്കുന്നൊരു ഫോം. ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും സ്റ്റാർക്ക് കളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർക്ക് മത്സരത്തിനിടയിൽ തന്നെ ഇതിപ്പോൾ IPL ഓപ്ഷനും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് 10.5 കോടിയിലേക്ക് സ്റ്റാർക്കിന്റെ തുക മാറുന്നു. ഡൽഹി ക്യാപിറ്റൽസ് 10.25 കോടിയിലേക്ക് വിളിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. സ്റ്റാർക്ക് കഴിഞ്ഞ IPL ഓപ്ഷനിലെ ചരിത്രം പിറന്ന സ്റ്റാർക്ക് ഇത്തവണ ശ്രേയസ് അയ്യർ സ്വന്തം കീശയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ ചരിത്രം സ്റ്റാർക്കിന് എത്ര പെർഫോം ചെയ്യാൻ പറ്റും? പക്ഷേ എടുത്തു പറയേണ്ട, സ്റ്റാർക്കിന് ഇന്ത്യൻ കണ്ടീഷൻസിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അവരുടെ ഏറ്റവും വലിയ മാർക്കി പ്ലെയറായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ട് പക്ഷേ സ്റ്റാർക്കിന് ഒരു തരത്തിലും പെർഫോം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വളരെ നിരാശകരമായ കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു സ്റ്റാർക്കിന്റെ പെർഫോമൻസ്. പക്ഷേ ഇത്തവണ അത് മാറ്റിക്കൊണ്ട് സ്റ്റാർക്കിന് ഏത് ഫ്രാഞ്ചൈസിലാണോ പോകാൻ പറ്റുന്നത് ആ ഫ്രാഞ്ചൈസിന് വേണ്ടി സ്റ്റാർക്കിന് തിളങ്ങാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇന്ത്യൻ കണ്ടീഷൻസ്. സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഹോം ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ സ്റ്റാർക്കിനെ വെല്ലാൻ ഒരു താരമില്ല. സ്റ്റാർക്ക് പക്ഷേ ആ രീതിയിൽ IPL കളിക്കാൻ വന്നു കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളത് സ്റ്റാർക്ക് കഴിഞ്ഞ സീസണിൽ തന്നെ മനസ്സിലാക്കിയതാണ്. വലിയ തിരിച്ചടിയാണ് സ്റ്റാർക്കിന് കഴിഞ്ഞ സീസണിൽ നേരിടേണ്ടി വന്നത്. പക്ഷേ എന്നാലും സ്റ്റാർക്ക് എന്ന പ്ലെയറിനെ, സ്റ്റാർക്ക് എന്ന പൊട്ടൻഷ്യൽ ലെഫ്റ്റ് ആം ഇൻ സ്വിംഗിങ് ബോളറിനെ, ഇൻ സ്വിംഗർ ആൻഡ് ഔട്ട് സ്വിംഗർ രണ്ട് രീതിയിലും സ്വിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു ലെഫ്റ്റ് ആം പേസ് ബോളറിനെ ഏത് ഫ്രാഞ്ചൈസിയും വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണ്. IPL താരലേലം ആവേശകരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ താരലേലത്തിൽ ഏറ്റവും